മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതൊരു വമ്പൻ നുണയുമായിട്ടാണ്. ഏതാണ് മനസ്സിലായത്? സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കി. ഇന്നത്തെ ഏറ്റവും വലിയ നുണയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പേരുകൾ കൂടി കൂട്ടിച്ചേർക്കും. ഒന്ന് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിട്ടുള്ള ശിവപ്രസാദ്, പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. ഈ രണ്ടുപേർ ഈ സംസ്ഥാന സർക്കാരിന്റെ കേരള സ്റ്റോറി, അതായത് ആരോഗ്യ മേഖലയുടെ യഥാർത്ഥ കേരള സ്റ്റോറി എന്തെന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ചികിത്സിക്കാൻ ഉപകരണങ്ങളില്ല. കോന്നി മെഡിക്കൽ കോളേജിലാണെങ്കിൽ അദ്ദേഹം നോട്ടീസ് തന്നെ തൂക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ വരുന്നവർക്ക് ജീവഹാനി സംഭവിച്ചാൽ ആശുപത്രിക്ക് ഉത്തരവാദിത്തമില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും നുണ പറയുന്ന മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയി ചികിത്സിക്കാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രി നുണ പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് ആ ബോധ്യം കേരളീയ ജനങ്ങളെ മുഴുവൻ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കേരള ജനങ്ങൾ ആ നുണ വിശ്വസിക്കണമെന്നൊന്ന് കാര്യമാക്കരുത്. പറയുന്നതിൽ എന്താണ് സത്യമുള്ളത് അത് തികഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ഒന്നുമില്ലെന്നാണ് മനസ്സിലാവും. ആരോഗ്യ മേഖലയിൽ ഒരു 10 വർഷം കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന് നേടിയ നേട്ടങ്ങൾ. കേരളം നേടിയ കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് ഒരു 10 വർഷത്തെ നേട്ടമാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും നീതി ആയോഗിൽ ഇപ്പോഴും കേരളം 1ാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ അത് 10 വർഷം കൊണ്ടുള്ള നേട്ടമല്ല, അത് വർഷങ്ങളായിട്ടുള്ള നേട്ടം തന്നെയാണ്. പക്ഷേ ഇത് മൊത്തം നടന്നത് പിണറായിയിൽ നിന്നാണെന്ന് പറയുന്നതിലാണ് ഒരു ഔദ്യോഗികത. ഈ 10 വർഷം കൊണ്ട് കേരളം പിന്നോട്ട് പോയി എന്നുള്ളതാണ് സത്യം. പിന്നോട്ട് പോയി. അതായത് മറ്റു സംസ്ഥാനങ്ങൾ നമ്മളുടെ സമയബന്ധിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവർ വളരെയധികം മെഡിക്കൽ കോളേജുകൾ, ഇപ്പം നമ്മളുടെ ഉത്തർപ്രദേശ് മോദി ആദ്യത്തെ വെറുതെ ഇവരുടെ ഒരു പ്രതിയോഗി എന്നുള്ള നിലയിൽ തന്നെ എടുത്താൽ തന്നെ അവിടെ തന്നെ 60-ലധികം മെഡിക്കൽ കോളേജുകൾ അവിടെയുണ്ട്. ഇവിടെ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്? ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഓരോ ജില്ലയിൽ ഓരോ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചപ്പോൾ അതുപോലും മെഡിക്കൽ കോളേജിൽ സർക്കാർ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യണമെന്നുള്ള അർത്ഥത്തിലാണ് മെഡിക്കൽ കോളേജ് ബോർഡിൽ മാത്രം ഒതുങ്ങുന്ന മെഡിക്കൽ കോളേജ് സംവിധാനത്തേക്ക് ആക്കി പിണറായി സർക്കാർ മാറ്റി എന്നുള്ളതാണ്. വയനാട്, കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങൾ OP ടിക്കറ്റ് എഴുതാൻ പോലും ആളില്ല, ചികിത്സിക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർ കൃത്യമായി ഡിപ്ലോയ് ചെയ്യാൻ കഴിയാത്ത ഒരു പുത്തഴിഞ്ഞ സംവിധാനമായ ആരോഗ്യമേഖല സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മേഡം കൂടി പാർട്ടായിട്ടുള്ള സംസ്ഥാന മന്ത്രിസഭയാണ്. അതിനെ തന്നെയാണ് ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുന്നു. സിസ്റ്റം പറയാറ് ജനങ്ങൾ എവിടെ പോയി പരാതി പറയണം, ചികിത്സയ്ക്ക് ചികിത്സയില്ല, ചെന്ന് കഴിഞ്ഞാൽ കത്രിക അവയവമാര ശസ്ത്രക്രിയ. കേരളത്തിന്റെ പുകഴ്പെറ്റ ആരോഗ്യ മേഖലയാണ് ഈ വിധത്തിൽ ഈ പിണറായി സർക്കാർ കൊണ്ട് കെട്ടിയത്. ഇജാതി രീതിയിൽ കൊണ്ട് കെട്ടിയിട്ടാണ് മുഖ്യമന്ത്രി രാവിലെ വന്നിരുന്നു മാധ്യമങ്ങളെ നോക്കിയിട്ട് പറയുന്നത് കേരളത്തിൽ സൗജന്യ ചികിത്സ നടപ്പിലാക്കി, മരുന്ന് ക്ഷാമമില്ല. കേരളത്തിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു സർക്കാർ ഹോസ്പിറ്റൽ, ഞാനൊക്കെ സാധാരണക്കാരനാണ്, സർക്കാർ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളാണ്. ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു പനിക്ക് ചികിത്സയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഴുതിത്തരം ചിലപ്പം ഡോളോ, പാരസെറ്റമോളോ അങ്ങനെ കുറെ മരുന്നുകളാണെന്ന് വെക്കുക. സ്വാഭാവികമായി ആ മരുന്നുകൾ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇതിനെ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ആരോഗ്യ മേഖലയിൽ കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മുന്നേറ്റം നടത്തി എന്ന് പറയുന്നത്. എന്ത് മുന്നേറ്റമാണ് നടത്തിയെന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കണം.